ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളാരും അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വംശ ഉന്മൂലനത്തെ പറ്റിയാണ്. അപ്പോൾ അത് നമ്മുടെ അയൽരാജ്യത്ത് നടന്നൊരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ മനുഷ്യൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് കൃഷി ചെയ്യുന്നു. അങ്ങനെ മനുഷ്യൻ നദികളുടെ അടുത്താണ് മനുഷ്യൻ താമസം ഉറപ്പിച്ചത്. അങ്ങനെ മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാം, ഏകദേശം 5-6 ഭൂഖണ്ഡങ്ങളിൽ മനുഷ്യർ പല കാലം കൊണ്ട് കുടിയേറിയിട്ടുണ്ട്. അപ്പം മനുഷ്യരെ സംബന്ധിച്ച് അവൻ്റെ ഒരു ഇമാജിനേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവൻ ജീവിക്കുന്ന ലാൻഡ് അല്ലെങ്കിൽ ഭൂമി. അപ്പം അവന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ പലരും തലമുറകളായി സ്വന്തം ഭൂമി താമസിക്കുന്നവരാണ്. അവരുടെ ഭാഷയും മതവും സംസ്കാരവും എല്ലാം രൂപപ്പെടുന്നത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചായിരിക്കും. അങ്ങനെയാണ് മനുഷ്യരിൽ ദേശീയതയൊക്കെ വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യർ ധാരാളം വലിയ വലിയ സംസ്കാരങ്ങൾ കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്കാരങ്ങളെല്ലാം കെട്ടിപ്പടുക്കുമ്പോൾ പലപ്പോഴും കീഴടക്കലുകളും യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങോളം മനുഷ്യൻ പൊന്നിനു വേണ്ടിയും മണ്ണിന് വേണ്ടിയും യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പല പ്രദേശങ്ങൾ ഇന്ന് പലരുടേതാണ്, പണ്ടത് പലരുടേതായിരുന്നു, നാളെ അത് ചിലപ്പോൾ വേറെ ആരുടേതായേക്കാം. ഇങ്ങനെയാണ് ഈ ഭൂമി മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ ലോകം മൊത്തം ഓരോ സ്ഥലങ്ങളുടെ നിയന്ത്രണത്തിന് അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടി ധാരാളം യുദ്ധങ്ങളും വംശീയ ഉന്മൂലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വരുവാണ്, എന്താണ് വംശീയ ഉന്മൂലനം അല്ലെങ്കിൽ എത്നിക് ക്ലെൻസിങ്, എന്താണ് ജനോസൈഡ് അല്ലെങ്കിൽ വംശപരമായ കൂട്ടക്കൊല. അപ്പോൾ ഈ 2 വാക്കുകൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം ഇത് രണ്ടും പരസ്പരം എടുത്ത് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ 2 പദങ്ങൾക്ക്. അപ്പോൾ 1948 UN കൺവെൻഷൻ ഓൺ ദ പ്രിവെൻഷൻ ഓഫ് പണിഷ്മെൻറ്റ് ഓഫ് ക്രൈം ഓഫ് ജനോസൈഡ് അങ്ങനത്തെ ഒരു കൺവെൻഷൻ ഉണ്ട്. അതനുസരിച്ച് UN ചില ആക്ഷൻസിന് ജനോസൈഡായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തെല്ലാമാണത്? ഒരു പ്രത്യേക ഗ്രൂപ്പിലെ ആൾക്കാരെ, ചിലപ്പോൾ ഒരു പ്രത്യേക വംശീയ വിഭാഗമാകാം, ഒരു പ്രത്യേക ജാതിയോ ഒരു പ്രത്യേക മതമോ പ്രത്യേക ദേശീയതയോ ഒക്കെ ആകാം, അവരെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലുക, അല്ലെങ്കിൽ അവർക്ക് സീരിയസ് ആയ ഹാം ഉണ്ടാക്കുക, ഒരു മെൻ്റൽ ഹാം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ ജനനം കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കുക, അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ തട്ടിയെടുത്ത് സ്ഥലം മാറ്റുക, ആ കുട്ടികളെ വേറെ സംസ്കാരത്തിൽ വളർത്തുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ വരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യമാക്കി ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനെ ജനോസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ മതപരമാകാം, ചിലപ്പോൾ വംശീയപരമാകാം, ചിലപ്പോൾ ദേശീയപരമാകാം, അങ്ങനെ പല കാരണങ്ങൾ, ചിലപ്പോൾ ഭാഷാപരമാവാം. ഇങ്ങനെയെല്ലാം ഒരു വിഭാഗത്തെ വേറൊരു വിഭാഗം അല്ലെങ്കിൽ വേറെ വിഭാഗങ്ങൾക്ക് ജനോസൈഡ് ചെയ്യും. ഇനി എന്താണ് എത്നിക് ക്ലെൻസിങ് അല്ലെങ്കിൽ വംശീയോന്മൂലനം? ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് ഒരു ജനതയെ തുടച്ചു മാറ്റുന്നതിനാണ് എത്നിക് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എത്നിക് ക്ലെൻസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ക്രൂരതകൾ ചെയ്യും. ചിലപ്പോൾ കൂട്ടക്കൊലകൾ, മസാക്കറുകൾ ചെയ്യും. ചിലപ്പോൾ വൈഡ് സ്പ്രെഡ് സെക്ഷൽ അറ്റാക്കുകൾ, ലൈംഗിക അതിക്രമം ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൽ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എത്നിക് ക്ലെൻസിങ്ങും ജനോസൈഡും രണ്ടും ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റിയാണ്. രണ്ടും വളരെ ക്ലോസ് ആണ്, രണ്ടും വളരെ ക്രൂരമാണ്. ഇനി നമുക്ക് ചില എക്സാമ്പിളുകൾ കാണാം. ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധ സമയത്ത് നമുക്ക് കാണുവാണെങ്കിൽ ജർമ്മൻ നാസികൾ അന്നത്തെ ജൂതന്മാരെ എത്നിക്കലി ക്ലെൻസ് ചെയ്തു, അവരെ ജനോസൈഡ് ചെയ്തു. ഏകദേശം 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നുകളഞ്ഞു. അത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ജനോസൈഡ് ഇൻ വേൾഡ് ആണ്. അല്ലെങ്കിൽ 1ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് അർമേനിയക്കാരെ ഒട്ടോമൻ സാമ്രാജ്യം വംശഹത്യക്കിരയാക്കി. അന്ന് അർമേനിയക്കാരുണ്ടായിരുന്ന പ്രദേശത്ത് നിന്ന് അവരെയൊക്കെ ഓടിച്ചു, അവിടെയൊക്കെ തുർക്കികൾ പിടിച്ചെടുത്തു. അല്ലെങ്കിൽ നമ്മുടെ കോങ്കോയിൽ ബെൽജിയംകാർ കോങ്കോയിലുള്ള ആഫ്രിക്കൻ ഗോത്രങ്ങൾ ക്രൂരമായിട്ട് വംശഹത്യ ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ തെക്ക് ശ്രീലങ്കയിൽ തമിഴൻ അനുഭവിച്ചത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം സെർബിയയിൽ ബോസ്നിയൻ മുസ്ലിങ്ങൾക്ക് സംഭവിച്ചത്. അവരുടെ സ്ത്രീകളെ കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്തു, അവരുടെ പുരുഷന്മാരെ കൂട്ടമായിട്ട് കൊന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചു കാലം മുമ്പ് നമ്മുടെ ബർമയിൽ രോഹിംഗ്യ മുസ്ലിങ്ങളെ കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കി. ഏകദേശം 7000-ഓളം പേരെ കൊന്നു, ആയിരക്കണക്കിന് പേരെ തട്ടിക്കൊണ്ടുപോയി, അങ്ങനത്തെ ക്രൂരതകൾക്ക് ഇരയാക്കി. അല്ലെങ്കിൽ വേറൊന്ന് നമ്മുടെ ഇറാഖിൽ
ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ അവിടുത്തെ യസീദികളോട് കാണിച്ചത്. ആയിരക്കണക്കിന് യസീദികളെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു, അവരുടെ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ചില എത്നിക് ക്ലിൻസിങ്ങിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ എത്നിക് ക്ലിൻസിങ്ങിന് പലപ്പോഴും പലരും ഇരയും പലരും അഗ്രസീവ്സും ആവും. ചില ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഇരയാവുന്നത് ഒരു പ്രത്യേക എത്നിക് ഗ്രൂപ്പോ അല്ലെങ്കിൽ പ്രത്യേക റിലീജിയസ് ഗ്രൂപ്പോ ആകാം. അപ്പോൾ അങ്ങനെ നമ്മൾ പല രീതിയിൽ ഇപ്പോൾ പല റിലീജിയൻസ്, ക്രിസ്ത്യൻസ്, ജൂതന്മാർ, മുസ്ലിങ്ങൾ, ഇവരൊക്കെ തന്നെ ഇരയാകുന്ന പല എത്നിക് ക്ലിൻസിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ തെക്കേ ഏഷ്യയെ പറ്റി പറയുവാണ്, സൗത്ത് ഏഷ്യ. ഇപ്പോൾ സൗത്ത് ഏഷ്യ വളരെ വയലൻറ്റ് ഹിസ്റ്ററി ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം തന്നെ നോക്കാം. രണ്ട് ഭാഗത്തും കൂടി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അവിടെയും ഇവിടെയും വീട് നഷ്ടമായി, ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു, ആയിരക്കണക്കിന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി, കൂട്ടം മാനഭംഗം ചെയ്തു. അങ്ങനെ ഭയങ്കര വയലൻസ് ഉള്ളൊരു പീരീഡ് ആയിരുന്നു 1940-50 പീരീഡ്. അപ്പം നമ്മൾ ആ സമയത്ത് ധാരാളം എത്നിക് ക്ലെൻസിങ് കണ്ടതാണ്. ഇനി നമ്മൾ മതപരമായിട്ട് എത്നിക് ക്ലെൻസിങ് പറയുവാണെങ്കിൽ വളരെയധികം എത്നിക് ക്ലെൻസിങ്ങിന് വിധേയരായിട്ടുണ്ട് സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ ഹിന്ദുക്കൾ. ഉദാഹരണം നമ്മൾ നോക്കുവാണെങ്കിൽ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധ സമയത്ത് പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ പിണിയാളുകളും സെലക്റ്റീവായിട്ട് ബംഗാളിലെ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടി. ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലം ചെയ്യപ്പെട്ടു, ആയിരക്കണക്കിന് സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു, ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ വടക്ക് കിഴക്കും ആസാമിലിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ 1990-കളിൽ കാശ്മീരിൽ ഹിന്ദുക്കൾക്കൊരു വംശീയ ഉന്മൂലനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നിന്ന് തുരത്തിയിട്ടുണ്ട്, ഒരു 5-6 ലക്ഷം പേരെ. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഹിന്ദു വംശഹത്യയാണ്. പിന്നെ വേറൊരു രീതിയിൽ നമ്മുടെ ശ്രീലങ്കയിലെ സിംഹളർ മെജോറിറ്റി ബുദ്ധന്മാരാണ്, അവിടുത്തെ തമിഴന്മാർ മെജോറിറ്റി ഹിന്ദുക്കളാണ്. അപ്പോൾ അവിടുത്തെ തമിഴന്മാരെ വംശീയപരമായിട്ട് ഉന്മൂലനം ചെയ്തപ്പോൾ അതൊരു രീതിയിൽ സത്യം പറഞ്ഞാൽ അത് ഹിന്ദുസിനെതിരെയുള്ളൊരു അറ്റാക്കായിട്ടും കാണാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഹിന്ദു വംശഹത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് വളരെയധികം ഡിസ്കസ്ഡ് ആയ ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് BJP ഇൻ പവറാണ്. അപ്പോൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഹിന്ദുക്കൾക്ക് പീഡനം ഉണ്ടായാൽ ഒരു പക്ഷേ ഇന്ത്യൻ മീഡിയ അത് വൈഡായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കോമൺ സൈക്കിലും അത് ഭയങ്കര ഡിസ്കസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിലൊക്കെ ഇതിൻ്റെ വകുപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതായത് അധികം ആരും സംസാരിക്കാത്ത ഒരു വംശഹത്യയുണ്ട്. ഒരുപക്ഷെ അത് പാകിസ്ഥാനിലല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് ബംഗ്ലാദേശിലല്ലാത്തതുകൊണ്ടായിരിക്കാം, അതിനൊരു പഞ്ചില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വംശഹത്യയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഭൂട്ടാനിൽ ജീവിച്ചിരുന്ന ലോക്ഷാംപ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവർ ഭൂട്ടാനിൽ നേപ്പാളി ഒറിജിനുള്ളവരാണ്. അതായത് ഭൂട്ടാൻ പൗരന്മാരായ എന്നാൽ നേപ്പാളിൽ നിന്ന് വരുന്ന ഹിന്ദുക്കളായ വംശത്തെയാണ് ലോക്ഷാംപ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ നടക്കുന്നത് 1990-കളിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഭൂട്ടാനെ പറ്റി മനസ്സിലാക്കുക. ഭൂട്ടാൻ തെക്ക് ഏഷ്യയിലെ ഒരു രാജ്യമാണ്. ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയ്ക്ക് ലാൻഡ് ലോക്ക്ഡ് ആയ ഒരു രാജ്യമാണ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ സൗന്ദര്യമുള്ള പ്രദേശമാണ്. നല്ല മൊട്ടക്കുന്നുകളും മഞ്ഞുമലകളും താഴ്വാരങ്ങളും കാടുകളും ഒക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലമാണ് ഭൂട്ടാൻ. ഇപ്പം ലോകത്ത് നോക്കുവാണെങ്കിൽ വളരെയധികം സമാധാനമുള്ളൊരു രാജ്യമാണ് ഭൂട്ടാൻ. അവിടെ രാജഭരണമാണ്, അവിടെ ജനാധിപത്യമുണ്ട്, അവിടെ പരിസ്ഥിതിക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അവിടെ ലോകത്ത് വളരെയധികം സോഫ്റ്റ് പവർ ഉള്ളൊരു രാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ്റെ ജനസംഖ്യ ഏകദേശം 8.8 ലക്ഷമാണ്. അപ്പോൾ ജനസംഖ്യാപരമായിട്ട് ഒരു പക്ഷേ നമ്മുടെ എറണാകുളം ജില്ലയുടെ അത്രയും കൂടി ജനസംഖ്യ ഭൂട്ടാനിൽ ഉണ്ടാവണമെന്നില്ല, ജനസംഖ്യ കുറവാണ്. ഇനി നമ്മൾ ഭൂട്ടാൻ ജനസംഖ്യയുടെ ഇത് നോക്കുവാണെങ്കിൽ ഭൂട്ടാനിലെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരാണ് നഗോബ് എന്ന് പറയുന്നത്, നഗോൽപ്പ്. അപ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷയാണ് ജോങ്ക. അപ്പോൾ അവർ 75% ബുദ്ധന്മാരാണ്. അവരാണ് ഭൂട്ടാനെ നയിക്കുന്നവർ. ഭൂട്ടാൻ്റെ സിവിൽ സർവീസിലും ഭൂട്ടാൻ്റെ സൈന്യത്തിലും ഭൂട്ടാൻ്റെ ബാക്കി സോഷ്യൽ മേഖലകളിലും മുമ്പിട്ട് നിൽക്കുന്നവരാണ്. ഇനി ഭൂട്ടാനിലെ തന്നെ വേറൊരു വിഭാഗമാണ് ലോക്ഷാംപ. അവർ ഭൂട്ടാൻ്റെ തെക്കാണ് താമസിക്കുന്നത്. ഇനി ഇവരെ പറ്റി പറയുവാണെങ്കിൽ ഇവർ ഭൂട്ടാൻ പൗരന്മാരാണ്, പക്ഷേ ഇവർ വരുന്നത് നേപ്പാളിൽ നിന്നാണ്. അതായത് ഇവർ നേപ്പാളി ഹിന്ദുക്കളാണ്. അപ്പോൾ ഇവരുടെ ചരിത്രം നോക്കുവാണെങ്കിൽ ഇവർ 1600-കളിലെ ഭൂട്ടാനിലേക്ക് കുടിയേറിയതാണ്. അപ്പോൾ അവർക്ക് 100 കണക്കിന് കൊല്ലമായിട്ട് അവർ ഭൂട്ടാനിൽ താമസിക്കുന്നവരാണ്. അവർ പുതിയതായിട്ട് വന്ന അഭയാർത്ഥികളൊന്നുമല്ല. അപ്പോൾ അവരവിടെ പണ്ടേ താമസിക്കുന്നുണ്ട്. ഇനി 1800-കൾക്ക് ശേഷം ഈ ഭാഗത്ത് ബ്രിട്ടൻ്റെ ഇടപെടലുകൾ വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കൊളോണിയൽ പീരീഡിലും കുറേ ലോക്ഷാംപകൾ ഭൂട്ടാനിലേക്ക് വരുന്നുണ്ട്. അവർ ഭൂട്ടാൻ്റെ പൗരന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അവർ ഭൂട്ടാൻ്റെ പല പ്രൊജക്റ്റുകളിലും,
ഇപ്പോൾ റോഡ് നിർമ്മാണത്തിലും റെയിൽ നിർമ്മാണത്തിലും എല്ലാം അവരുടെ റോള് ഭയങ്കരമാണ്. ഇപ്പോൾ ഭൂട്ടാൻ്റെ പലതും ബിൽഡ് ചെയ്തത് ഇവരുടെ ചോരയും നീരും കൊണ്ടാണ്. അങ്ങനെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോപ്പുലേഷനാണ് ലോട്ട്ഷാമ്പുകൾ. അപ്പോൾ പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ പോയി. അപ്പോൾ അന്നത്തെ ഭൂട്ടാനിലെ ഭരണവർഗത്തിന് ഇവരോട് ഭയങ്കര സംശയമായി. അപ്പോൾ അവരവരുടെ ദേശീയതയെ ഡ്രൂപ്പ ദേശീയത അല്ലെങ്കിൽ ഭൂരിപക്ഷ ദേശീയതയായിട്ടാണ് കാണുന്നത്. ബുദ്ധമതം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ജോങ്ക ഭാഷ സംസാരിക്കുന്ന നഗോൽപ്പുകളുടെ രാജ്യമാണ് ഭൂട്ടാൻ. അപ്പോൾ അവർക്കന്ന് ഇവരൊരു അധികപ്പറ്റായി തോന്നി തുടങ്ങി നമ്മുടെ ലോട്ട്ഷാംപ്ഷ ഈ നേപ്പാളി ഭൂട്ടാനീസിന്. അങ്ങനെ പയ്യെ പയ്യെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവർക്കെതിരെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഡിസ്ക്രിമിനേഷൻ തുടങ്ങുന്നത്? അപ്പോൾ മനസ്സിലാക്കുക, ഏത് ജനതയെയും വംശീയ ഉന്മൂലനം ചെയ്യുവാണെങ്കിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് അവരുടെ സിറ്റിസൺഷിപ്പ്, അവരുടെ പൗരാവകാശങ്ങൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അന്നത്തെ ഭൂട്ടാനിലെ ഗവൺമെൻറ് 1958 1985 സിറ്റിസൺഷിപ്പ് ആക്ട് പാസ് ചെയ്തു. അതനുസരിച്ച് ഇവരുടെ കുറേ അവകാശങ്ങൾ എടുത്തു മാറ്റി. അങ്ങനെ ഇവരെ ഒരു രണ്ടാം കിട പൗരന്മാരാക്കുവാണ്. 500 കൊല്ലമായിട്ട് ഭൂട്ടാനിൽ താമസിക്കുന്ന ലോട്ട്ഷാംപുകളെ ഭൂട്ടാൻ ഗവൺമെൻറ് രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റുവാണ്. അവരുടെ നേപ്പാളി ഭാഷ ഉപയോഗിക്കുന്നതിന് ഭയങ്കര തടസ്സം ഏർപ്പെടുത്തി. അവർക്ക് ജോങ്ക ഭാഷ ഉപയോഗിക്കണമെന്ന് നിർബന്ധമാക്കി. അവരുടെ വസ്ത്രധാരണത്തെ വരെ എതിർത്തു ഗവൺമെൻറ്. അവർ മെജോറിറ്റിയുടെ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധം വന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നമായി, ഭയങ്കര പീഡനങ്ങളായി അവർക്ക്. 1988 നോക്കുവാണെങ്കിൽ ഭൂട്ടാനിലൊരു വംശീയ കലാപം ഉണ്ടായി. ഇപ്പോൾ പല ഭാഗത്തും പട്ടാളത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അതിൻ്റെ പേരിൽ ഭയങ്കര തിരിച്ചടി ഉണ്ടായി. ഭയങ്കര ക്രൂരമായിട്ടാണ് ഈ ലോട്ട്ഷാംപുകളെ ഭൂട്ടാൻ പട്ടാളം ഡീൽ ചെയ്യുന്നത്. പല ഭാഗത്തും പലരെയും കൂട്ടക്കൊല ചെയ്തു, സ്ത്രീകളെ മാനഭംഗം ചെയ്തു. അങ്ങനെ പലരെയും നിർബന്ധിച്ച് രേഖകളിലൊക്കെ ഒപ്പിടിച്ച് പലരെയും നാട്ടിൽ നിന്ന് വിളിച്ച് പുറത്താക്കി. അങ്ങനെ 1990 ഈ സമയമാണ് ശ്രീലങ്കയിലെ വംശീയ പ്രശ്നം കത്തിക്കാളുന്നത്, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ കത്തിക്കാളുന്നത്, കാശ്മീരിൽ പണ്ഡിറ്റുകൾ പുറത്താവുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു സമയത്ത് ഈ ഒരു വംശീയോന്മൂലനം ആരും ചർച്ച ചെയ്തില്ല. അന്ന് ഭൂട്ടാനിൽ ഏകദേശം ഉണ്ടായിരുന്ന 1/6 വരുന്ന ജനതയായ 400 കൊല്ലമായിട്ട് അവിടെ ജീവിക്കുന്ന ലോട്ട്ഷാംപുകളെ ഭൂട്ടാൻ ഗവൺമെൻറ് പുറത്താക്കി. അതൊരു ഗവൺമെൻറ്റും, ഈവൻ ഇന്ത്യ ഗവൺമെൻറ് വരെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. അപ്പോൾ കുറച്ച് പേര് നേപ്പാളിലേക്ക് പോയി. നേപ്പാളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ താമസിക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്നവർ പോയത് വെസ്റ്റേൺ കൺട്രികളിലേക്കാണ്, UK-ലേക്കും വെസ്റ്റേൺ കൺട്രികളിലേക്കും പോയി. അപ്പോൾ ഭൂട്ടാനിലെ ഗവൺമെൻറ് ആണെങ്കിൽ 1 നേഷൻ 1 പീപ്പിൾ പോളിസി വെച്ച് ഭൂട്ടാൻ ഒരു ഏക വംശീയ രാഷ്ട്രമാക്കാനുള്ള സ്റ്റെപ്സ് എടുത്തു. അത് അവിടുത്തെ ലോട്ട്ഷാംപ ഹിന്ദുക്കളെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചു. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 30 കൊല്ലം മുമ്പ് അവരവിടെ നിന്ന് വംശീയമായിട്ട് ഉന്മൂലനം ചെയ്തു. ഇന്ന് ലോട്ട്ഷാംപുകൾ ഭൂട്ടാനിലില്ല. അപ്പോൾ നമ്മുടെ തെക്കേ ഏഷ്യ കണ്ടൊരു ക്രൂരമായ എത്നിക് ക്ലെൻസിങ് ആണിത്. അപ്പോൾ നമുക്കറിയാം ഇത് വളരെയധികം അൺസ്പോക്കൺ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ വേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക.